ഒരു മാലിന്യ കൂമ്പാരം വരുമ്പോഴത്തേക്കും അവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ കൊണ്ടുപോയി മാലിന്യം ഇടാൻ വേണ്ടിയിട്ട് ചിന്തിക്കുകയും അത് അവിടെ ഇടരുതെന്നുള്ള ബോധം അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ വന്ന് ഇടുന്നത്. സോ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഇതേപോലുള്ള ഫൗണ്ടേഷൻ എന്താണോ ചെയ്യുന്നത്, ഈ ഒരു കൂട്ടരെ കണ്ട് മനസ്സിലാക്കി ഇതിനു വേണ്ടിയുള്ള വോളണ്ടിയേഴ്സിനോ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ട് ഹയർ ചെയ്യുകയോ ചെയ്തിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ വൃക്ഷിത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ബേസിക്കലി ഇവർ ചെയ്യുന്നത്, എവിടെയൊക്കെ മാലിന്യം കൂടി കൂമ്പാരമായിട്ട് കിടപ്പുണ്ട്, അത് അവിടെയുള്ള ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ആ ഒരു സ്ഥലം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ അവർ ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ പോയി അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതിൽ അവർക്ക് പെയിൻറ്റിങ്ങോ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതും ചെയ്ത് ഭംഗിയാക്കി വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഈ കൂട്ടർ. സോ ബേസിക്കലി അതിലെ ഏജ് ഗ്രൂപ്പ്, അവിടെ ഉള്ള മെമ്പേഴ്സിൻ്റെ ഏജ് ഗ്രൂപ്പ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും മിക്കവരും ജെൻസിയും പിന്നെ മില്ലേനിയൽസ് ആയിട്ടുള്ളവരാണ്. പിന്നെ കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ട്, എബോവ് 40 ആൾക്കാരുണ്ട്. സോ അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ബേസിക്കലി മാക്സിമം വൃത്തിയാക്കുക, അതിനെ സൗന്ദര്യമുള്ള ഒരു സ്ഥലമായിട്ട് മാറ്റുക, ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കൊണ്ടുപോകുക. ഇതേ കാര്യം നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിനും വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്യാവുന്ന കാര്യമുള്ളൂ. എന്തോരം വോളണ്ടിയേഴ്സിനെ അവർക്കൊരു പ്രോപ്പർ റെന്യൂമറേഷൻ പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്തോരം പേര് വരും നമ്മുടെ നാടിനെ ഭംഗിയാക്കാനും വൃത്തിയാക്കാനായിട്ട്. പക്ഷേ ഞാൻ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിനോടൊരു താല്പര്യമില്ല, ഈ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹമില്ല. ആ മാലിന്യങ്ങൾ അവിടെ കൂമ്പാരമായിട്ട് കിടന്നാലും പുള്ളിയെ സംബന്ധിച്ചോ പുള്ളിക്കാരിയെ സംബന്ധിച്ചോ ഒന്നും ബാധിക്കുന്നില്ല. സോ ഒരു മാലിന്യ കൂമ്പാരം വരുമ്പോഴത്തേക്കും അവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ കൊണ്ടുപോയി മാലിന്യം ഇടാൻ വേണ്ടിയിട്ട് ചിന്തിക്കുകയും അത് അവിടെ ഇടരുതെന്നുള്ള ബോധം അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ വന്ന് ഇടുന്നത്. സോ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഇതേപോലുള്ള ഫൗണ്ടേഷൻ എന്താണോ ചെയ്യുന്നത്, ഈ ഒരു കൂട്ടരെ കണ്ട് മനസ്സിലാക്കി ഇതിനു വേണ്ടിയുള്ള വോളണ്ടിയേഴ്സിനോ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ട് ഹയർ ചെയ്യുകയോ ചെയ്തിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പുറം നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ നോക്കുമ്പോൾ ഇത്രയും വൃത്തിയുള്ള സ്ഥലം കാണുകയും അവർക്ക് നമ്മുടെ നാടിനോടുള്ള ഒരു മതിപ്പ് കൂടുകയും അവർ കൂടുതലായിട്ട് അവരുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യും. നമുക്ക് ടൂറിസം വഴി നല്ലൊരു വരുമാനവും നമ്മുടെ ഗവൺമെൻറ്റിന് കിട്ടുന്നതായിരിക്കും. സോ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത്. അത് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഒരു ഇൻട്രസ്റ്റ് മാത്രം നിങ്ങൾക്ക് മതി. അതുകൊണ്ട് എവിടെയൊക്കെ നമ്മുടെ മാലിന്യം ഇതേപോലെ കൂമ്പാരമായിട്ട് കിടക്കുന്നുണ്ടോ അതെല്ലാം കണ്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചപ്പും ചവറും പിന്നെ ഈ പുല്ലും കാടും മണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂമ്പാരമായി കിടക്കുന്ന സ്ഥലമെല്ലാം ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിയുള്ള ഒരു നഗരമായി, വൃത്തിയുള്ള വില്ലേജസ് ആയി മാറുകയും ചെയ്യും. സോ എല്ലാവരും ഇത് കണ്ട് ഇതിന് വേണ്ടിയായിട്ടുള്ള ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക.